എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഷെയ്ഖ് ഹസൻ ഖാൻ. ഞാനൊരു പർവ്വതാരോഹകനാണ്. മൗണ്ട് എവറസ്റ്റ് ഉൾപ്പെടെ 7 ഭൂഖണ്ഡങ്ങളിലെ ഉയരം കൂടിയ കൊടുമുടികൾ കയറിയിട്ടുള്ള ഏക മലയാളിയാണ്. മൗണ്ട് എവറസ്റ്റ് കയറുന്നതിന് മുമ്പ് മൗണ്ട് കിളിമഞ്ചാരോ കയറിയിട്ടുണ്ടായിരുന്നു ഞാൻ 2021. അതിനു മുമ്പ് ഞാൻ എങ്ങനെയാണ് മൗണ്ടനറിങ്ങിലേക്ക് വന്നതെന്ന് ഞാൻ പറയാം. ഒരു സെക്രട്ടേറിയറ്റിലെ സർക്കാർ ഉദ്യോഗസ്ഥനാണ് ഞാൻ. അവിടുന്ന് ഡൽഹിയിലേക്ക് ഞാൻ ഡെപ്യൂട്ടേഷന് പോയതാണ്. അവിടുന്ന് ഒരു മൗണ്ടനറിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് സന്ദർശിക്കാൻ ഇട വന്നു. അതിനുശേഷം മൗണ്ടനറിങ്ങിൻ്റെ കോഴ്സ് പഠിച്ചു. അതിനുശേഷം ഇന്ത്യയുടെ 75ാമത് സ്വാതന്ത്ര്യ വാർഷികത്തിന് എന്തെങ്കിലും ഡിഫറൻ്റായിട്ട് ചെയ്യണമെന്നുള്ളൊരു ഐഡിയ മനസ്സിലേക്ക് വന്നു. അപ്പോൾ ആ മനസ്സിലേക്ക് വന്ന ഐഡിയ ഒരു ദിവസം ഒരു ചർച്ചയ്ക്കിടയിൽ എവറസ്റ്റിൽ ചെന്ന് എത്തിച്ചേരുകയായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സാധാരണക്കാരന് എവറസ്റ്റ് കയറാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളൊരു ചോദ്യം മുന്നിൽ നിൽക്കുമ്പോൾ തന്നെ എവറസ്റ്റ് കയറാനുള്ളൊരു തീരുമാനം എടുത്ത ഒരാളാണ് ഞാൻ. കാരണം എനിക്ക് എന്നെ തന്നെ ഒന്ന് പ്രൂവ് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു. എനിക്ക് എവിടെ വരെ ചെന്നെത്താൻ പറ്റുമെന്നുള്ള ഒരു ചിന്ത എൻ്റെ എപ്പോഴും ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയാണ് എവറസ്റ്റ് പോലെയുള്ളൊരു ടാസ്ക് എടുത്ത് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത്. അത് ഏകദേശം 2016-17 സമയത്താണ്. അതിനുശേഷം ഞാൻ മൗണ്ടനറിങ്ങിൻ്റെ കോഴ്സിന് അറ്റൻഡ് ചെയ്തു. ബേസിക് മൗണ്ടനറിങ് കോഴ്സ് ഉത്തരകാശിയിൽ അറ്റൻഡ് ചെയ്തു. അതിനുശേഷം ഇന്ത്യയിൽ തന്നെയുള്ള 4000-5000 മീറ്ററുള്ള കുറച്ച് പർവ്വതങ്ങളൊക്കെ കയറി. അപ്പോഴത്തേനും മൗണ്ട് എവറസ്റ്റിൽ പോകാനുള്ള പ്രിപ്പറേഷൻ കൊടുമ്പിരി കൊണ്ട്. മൗണ്ട് എവറസ്റ്റിൽ പോകണേ ഏകദേശം ഒരു 45 ലക്ഷം രൂപയുടെ ചിലവുണ്ട്. അപ്പോൾ ഒരു സ്പോൺസറെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് അത്ര ചെറിയ കാര്യമല്ല. സ്പോൺസർഷിപ്പിന് വേണ്ടിയിട്ട് ഒരുപാട് നാളുകൾ അലഞ്ഞു. പറ്റുന്ന രീതിയിൽ മെയിലുകൾ അയച്ചു ആൾക്കാരെ ഡയറക്റ്റ് കണ്ടുമൊക്കെ ഒരുപാട് ശ്രമങ്ങൾ നടത്തി. പലതും വിഫലമായി. പിന്നെ കേരള ടൂറിസവും കേരള ലോട്ടറിയും ഏകദേശം ഒരു 3 ലക്ഷം രൂപ തന്നു. ബാക്കി പൈസകളൊക്കെ കണ്ടെത്തേണ്ട അവസ്ഥയിലേക്ക് വന്നു. ആ ഒരു സാഹചര്യത്തിൽ എൻ്റെ കൂട്ടുകാരാണ് എന്നെ ഹെൽപ്പ് ചെയ്തത്. അവർ ഏകദേശം ഒരു 15 ലക്ഷം രൂപയോളം അവർ പിരിച്ചു തന്നു. അതിനുശേഷം എൻ്റെ സെക്രട്ടറിയുടെ സൊസൈറ്റിയിൽ ലോണൊക്കെ എടുത്തിട്ടാണ് ബാക്കി പൈസ കണ്ടെത്തിയത്. അങ്ങനെ 45 ലക്ഷം രൂപയും കൊണ്ട് ഞാൻ കാഠ്മണ്ഡുവിലേക്ക് പോവുകയാണ്. കാഠ്മണ്ഡുവിലെത്തി അവിടുന്ന് ഏകദേശം ഒരു 15 ദിവസം നടന്ന് കഴിയുമ്പോൾ നമുക്ക് എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ എത്താൻ സാധിക്കും. 14-15 ദിവസം കൊണ്ട് എത്താൻ സാധിക്കും. അവിടെ നിന്നാണ് ശരിക്കും മൗണ്ടനറിങ് നമ്മുടെ എവറസ്റ്റ് എക്സ്പെഡീഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ നിന്ന് എവറസ്റ്റിൻ്റെ മുകളിലേക്ക് ഡയറക്റ്റ് നമ്മളങ്ങ് കയറി ചെല്ലുകയല്ല ചെയ്യുന്നത്. എവറസ്റ്റിൻ്റെ ബേസ് ക്യാമ്പിലെത്തിയ ശേഷം ഒരു 6100 മീറ്ററുള്ള ഒരു പീക്ക് ക്ലൈംബ് ചെയ്ത് വീണ്ടും നമ്മൾ ബേസ് ക്യാമ്പിൽ വരും. അതിനുശേഷം എവറസ്റ്റിന് മേളിലോട്ട് 4 ക്യാമ്പുകളുണ്ട്. ക്യാമ്പ് 1, ക്യാമ്പ് 2, ക്യാമ്പ് 3, ക്യാമ്പ് 4. നമ്മൾ ക്യാമ്പ് 3 ടച്ച് ചെയ്ത് വീണ്ടും ബേസ് ക്യാമ്പിൽ വരും. ഇതെല്ലാം അക്ലമറ്റൈസേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മളുടെ ശരീരം ആ ഒരു ടെമ്പറേച്ചറിനും ക്ലൈമറ്റിനും അക്ലമറ്റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സക്സസ്ഫുൾ അക്ലമറ്റൈസേഷന് ശേഷം വെതർ ക്ലിയർ ആവുന്ന, വെതർ വിൻഡോ ഓപ്പൺ ആവുന്ന സമയത്താണ് നമ്മൾ എവറസ്റ്റ് സബ്മിറ്റ് ചെയ്യാൻ പോകുന്നത്. എവറസ്റ്റിൻ്റെ ബേസ് ക്യാമ്പിൽ നിന്ന് ക്യാമ്പ് 1ൽ പോയി നമ്മൾ ഒരു നൈറ്റ് താമസിക്കും. ക്യാമ്പ് 2ൽ പോയിട്ട് താമസിക്കും. ക്യാമ്പ് 3 പോയിട്ട് താമസിക്കും. എന്നിട്ട് ക്യാമ്പ് 4ൽ ചെന്നിട്ട് രാത്രി ഉറങ്ങാതെ ആ രാത്രിയാണ് നമ്മൾ ക്ലൈംബ് ചെയ്ത് എവറസ്റ്റിൻ്റെ മുകളിലേക്ക് പോകുന്നത്. അങ്ങനെ മെയ് 15-ാം തീയതി രാവിലെ 9:30-ക്കാണ് ഞാൻ എവറസ്റ്റിൻ്റെ മുകളിലേക്ക് എത്തുന്നത്. ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായി. ഈ പറയുന്ന പോലെ നമ്മളൊക്കെ സൗത്ത് ഇന്ത്യൻസാണ്, നമ്മളൊക്കെ കേരളത്തിലുള്ള ആൾക്കാരാണ്, നമ്മൾ സീ ലെവലിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. നമുക്ക് ഹൈ ആൾട്ടിറ്റ്യൂഡിൽ പോയിട്ട് ഇത്രയും ഏകദേശം 60 ഡേയ്സ് അവിടെ സർവൈവ് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ വലിയ ടാസ്ക്കാണ്. ഒരു 30 ദിവസത്തിന് ശേഷം നമുക്ക് ശരീരം പ്രതികരിച്ചു തുടങ്ങും. അത് ചുമയുടെ രൂപത്തിലാവാം, പനിയുടെ രൂപത്തിലാവാം, വയറിൻ്റെ ബുദ്ധിമുട്ടുകളുടെ രൂപത്തിലാവാം. ഫസ്റ്റ് റൊട്ടേഷൻ്റെ സമയത്ത് ക്യാമ്പ് 2-ലെത്തിയ സമയത്താണ് ഡോക്ടർ എനിക്ക് ഐഡൻറ്റിഫൈ ചെയ്തത് ഹൈ ആൾട്ടിറ്റ്യൂഡ് പൾമിനറി എഡീമ ഉള്ളതായിട്ട്. അത് നമ്മുടെ ശ്വാസകോശത്തിൽ ഫ്ലൂയിഡ് കിട്ടുന്നൊരു അസുഖമാണ്. അങ്ങനെ അസുഖം വന്നു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും തിരിച്ച് ഇറങ്ങി വരണം. കാരണം വീണ്ടും ഹൈ ആൾട്ടിറ്റ്യൂഡിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡേഞ്ചറാണ്. മുകളിലോട്ട് പോകും തോറും ഓക്സിജൻ കുറഞ്ഞിരിക്കും, മുകളിലോട്ട് പോകും തോറും അപകടം കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അസുഖം വരികയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഡിസെൻഡ് ചെയ്ത് താഴോട്ട് വരികയാണ് വേണ്ടത്. അപ്പം അങ്ങനെ ഞാൻ ക്യാമ്പ് 2-ൽ നിന്ന് തിരിച്ച് താഴെ എവറസ്റ്റ് ബേസ് ക്യാമ്പിൻ്റെയും താഴെ നാംചെ ബസാർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ വന്ന് ഒരുപാട് നാൾ താമസിച്ചു. ഒരുപാട് നാളെന്ന് വെച്ചാൽ ഏകദേശം 6-7 ദിവസം താമസിച്ച് അസുഖം ഒന്ന് കുറഞ്ഞിട്ടാണ് വീണ്ടും ഞാൻ മുകളിലേക്ക് കയറുന്നത്. വീണ്ടും ഞാൻ കയറുന്ന സമയത്തും ഈ അസുഖങ്ങൾ വീണ്ടും എന്നെ വേട്ടയാടിക്കൊണ്ടേയിരുന്നു. ഭയങ്കര ചുമയാണ്, നിർത്താൻ പറ്റാത്ത ചുമയാണ്. മാത്രമല്ല ചുമച്ച് നമ്മൾ പിങ്ക് സ്പൂട്ടം തുപ്പിക്കൊണ്ടിരിക്കും, നമുക്ക് ചോര തുപ്പിക്കൊണ്ടിരിക്കും ബേസിക്കലി. അപ്പോൾ ഈ അസുഖം കൊണ്ട് ഒരിക്കലും കയറാൻ പാടില്ലാത്തതാണ്. പക്ഷേ ഇന്ത്യയുടെ 75ാമത് സ്വാതന്ത്ര്യ വാർഷികത്തിന് ഏറ്റവും വലിയ ദേശീയ പതാക എവറസ്റ്റിൻ്റെ മുകളിൽ പറത്തുക എന്നുള്ളതായിരുന്നു നമ്മുടെ ലക്ഷ്യം. 2022 അല്ലാതെ അത് ഒരിക്കലും സാധ്യമാകത്തില്ല. അപ്പോൾ അതുകൊണ്ട് ആ വർഷം എനിക്ക് കയറിയേ തീരുമായിരുന്നുള്ളൂ. ആ ഒരു കോൺഫിഡൻസാണ് എന്നെ എല്ലാ ടൈമിലും മുകളിലോട്ട് നയിച്ചത്. പല സാഹചര്യങ്ങളിലും പല സന്ദർഭങ്ങളിലും പിന്നോട്ടുള്ള യാത്രയായിരുന്നു എളുപ്പവും തോന്നിയിട്ടുണ്ടെങ്കിലും മുന്നോട്ട് പോകാൻ നയിച്ചത് ഈ ഒരു ലക്ഷ്യത്തിലെത്താനുള്ള ഒരു
ത്വരയാണ്. അങ്ങനെ ഫൈനൽ യാത്രയുടെ സമയത്ത് 8400 മീറ്ററിൽ എവറസ്റ്റിന് ബാൽക്കണി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അതിന് തൊട്ട് താഴെ 8360 മീറ്ററിൽ ഞാൻ ഓക്സിജൻ തീർന്നിട്ട് ഏകദേശം 15 മിനിറ്റ് മരണത്തെ മല്ലിട്ട ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ആ സമയത്ത് ഭാഗ്യം കൊണ്ടാണ് എനിക്കൊരു ഓക്സിജൻ സിലിണ്ടർ കിട്ടുകയും ഞാൻ വീണ്ടും മുകളിലേക്ക് പോകാൻ സാധിക്കുകയും ചെയ്തത്. രാത്രിയാണ് നമ്മൾ ക്ലൈംബ് ചെയ്യുന്നത്. രാത്രി ഏകദേശം 3 മണിക്ക്, വെളുപ്പാങ്കാലത്ത് 3 മണിക്ക് ഒരു -30 ഡിഗ്രിയിലാണ് ഈ ഓക്സിജൻ തീരുന്ന സംഭവം ഉണ്ടാകുന്നത്. എൻ്റെ ലൈഫിൻ്റെ ചിന്തകൾ തന്നെ മാറ്റിമറിച്ചൊരു സംഭവമായിരുന്നു അത്. കാരണം മരണത്തെ മുന്നിൽ കണ്ടിട്ട് തിരിച്ച് വീണ്ടും ജീവിതത്തിലേക്ക് വരുന്ന സാഹചര്യം എല്ലാവർക്കും ഉണ്ടാവാറില്ല. എനിക്കവിടെ ഉണ്ടായി. അതിനുശേഷം വീണ്ടും ഞങ്ങളുടെ മുകളിലേക്ക് കയറുന്ന സമയത്ത് ഒരു വലിയ ലൈം സ്റ്റോൺ റോക്കുണ്ട് എവറസ്റ്റിൻ്റെ മുകളിൽ, ഹിലാരി സ്റ്റെപ്പ് എന്ന് പറഞ്ഞ സ്ഥലത്ത്. ആ ഹിലാരി സ്റ്റെപ്പിൽ ഞാൻ പല പ്രാവശ്യം ഉരുണ്ട് വീഴുകയും അവിടെയാണ് ഡെഡ് ബോഡികളൊക്കെ കിടക്കുന്നത്. ആ ഡെഡ് ബോഡി ക്രോസ് ചെയ്തൊക്കെ പോകണം. അപ്പോൾ ഒരു ഡെഡ് ബോഡിയിൽ തട്ടി ഞാൻ വീണു. മാത്രമല്ല എൻ്റെ കാലിൽ ഒരു ക്രാമ്പോൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനമുണ്ട്, മുള്ളു പോലത്തെ സാധനം. അത് വെച്ചിട്ടാണ് നമ്മൾ ഐസിൽ ക്ലൈംബ് ചെയ്യുന്നത്. ആ ക്രാമ്പോൺ ഊരി തെറിച്ച് പോവുകയും ചെയ്തു. ആ ക്രാമ്പോൺ ഇല്ലാതെ നമ്മൾ ഐസിൽ മുകളിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓയിൽ ചവിട്ടുന്ന പോലെയാണ്, നമ്മൾ ഉരുണ്ടടിച്ച് വീഴും. അപ്പം ഒരു കാലിൽ ക്രാമ്പോൺ ഇല്ലാതാണ് ഞാൻ എവറസ്റ്റിൻ്റെ മുകളിലേക്ക് എത്തിയത്. വീണ്ടും 2-3 മണിക്കൂർ ഒരു കാലിൽ ക്രാമ്പോൺ ഇല്ലാതെ ഏന്തിയാണ് മുകളിലേക്ക് എത്തിയത്. നമ്മളെ അധികം ആരും ക്രോസ് ചെയ്ത് പോകാറില്ല, കാരണം ഒറ്റ റോപ്പിലാണ് ഇതെല്ലാം പോകുന്നത്. അപ്പോൾ എൻ്റെ പതുക്കെയുള്ള മൂവ്മെൻറ്റ് മൂലം ഒരു വൻ ക്യൂ തന്നെ ഞാൻ എവറസ്റ്റിൻ്റെ മുകളിൽ സൃഷ്ടിച്ചു. അപ്പോൾ ഈ എല്ലാ സാഹചര്യത്തിലും എൻ്റെ ഷെർപ്പ എന്നെ ഡീമോട്ടിവേറ്റ് ചെയ്തുകൊണ്ടായിരുന്നു. കാരണം എൻ്റെ ഷെർപ്പ അത്ര പ്രഗത്ഭനായ ഷെർപ്പ ആയിരുന്നില്ല. അദ്ദേഹം ഓരോ ക്യാമ്പിൽ വെച്ചും തിരിച്ചു പോകാമെന്ന് പറയുമ്പോഴും എൻ്റെ ഒരു സെൽഫ് കോൺഫിഡൻസ് എന്ന് തന്നെ പറയാം, അത് എവിടെ നിന്ന് വന്നു എന്നറിയത്തില്ല. ഇത്രയും വലിയ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു കോൺഫിഡൻസ്, ഒരു സെൽഫ് മോട്ടിവേഷൻ ഞാൻ എപ്പോഴും കൊടുത്തോണ്ടായിരുന്നു. കാരണം നമുക്ക് വേറെ കമ്മ്യൂണിക്കേഷൻ ഡിവൈസോ ഒരാളും ഇല്ല, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആളില്ല, സംസാരിക്കാൻ ആളില്ല, നമ്മുടെ ഐഡിയാസ് പറയാനോ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാനോ ആളില്ല. ശരിക്കും ഷെർപ്പയാണ് അത് ചെയ്യേണ്ടത്. അതെനിക്ക് കിട്ടിയിരുന്നില്ല. അപ്പോൾ ആ സമയത്തൊക്കെ ആ സെൽഫ് മോട്ടിവേഷൻ ചെയ്താണ് ഞാൻ മുകളിലേക്ക് എത്തിയത്. ഞാൻ ഒറ്റ രാത്രി എനിക്ക് സംഭവിച്ച ബുദ്ധിമുട്ടുകളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. കാരണം എൻ്റെ ഓക്സിജൻ തീരുക, എൻ്റെ ക്രാമ്പോൺ ഊരിത്തെറിച്ച് പോവുക, ഉരുണ്ടടിച്ച് വീഴുക, ഇതൊക്കെ 8000 എബോവ് ഫീറ്റിലാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഓക്സിജൻ സിലിണ്ടർ വെച്ചാണ് നടന്നു കയറുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടാണ് എവറസ്റ്റിൻ്റെ മുകളിലെത്തുന്നത്. എവറസ്റ്റിൻ്റെ മുകളിലെത്തി ഏകദേശം ഒരു 15 മിനിറ്റ് അവിടെ സ്പെൻഡ് ചെയ്തു. വളരെ അവശനായിരുന്നു. വീഡിയോസൊക്കെ എടുത്ത് വീണ്ടും ഞാൻ താഴേക്ക് ഇറങ്ങി. മൗണ്ടൻസ് ക്ലൈംബ് ചെയ്യുന്നതിനേക്കാളും ഡിഫിക്കൽട്ട് മൗണ്ടൻ ഡിസെൻഡ് ചെയ്യുമ്പോഴാണ്. കാരണം ഈ 90 ഡിഗ്രി സ്ലോപ്പിലൂടെയൊക്കെ നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ വലിഞ്ഞു കയറിപ്പോകാം. പക്ഷേ താഴേക്ക് വരുമ്പം അത് വലിയൊരു കുഴിയാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ അത് തിരിച്ചിറങ്ങി വരിക എന്ന് പറയുന്നത് വലിയ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കാര്യമാണ്. മാത്രമല്ല എൻ്റെ കാലിലൊരു ക്രാമ്പോണും ഇല്ലായിരുന്നു. അങ്ങനെ ആ തിരിച്ചിറങ്ങുന്ന ഓരോ പാതയും വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നിയായിരുന്നു. പിന്നെ എൻ്റെ കൂടെ ഒരു അമേരിക്കക്കാരനുണ്ടായിരുന്നു, സുബീർ ബക്ഷി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അദ്ദേഹം ക്യാമ്പ് 4 രാത്രി റെസ്റ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയുണ്ടായി. ക്യാമ്പ് 4 ആരും രാത്രി കിടന്ന് ഉറങ്ങാറില്ല. കാരണം ഓക്സിജൻ സിലിണ്ടർ വെച്ചിട്ടാണ് നമ്മൾ കിടന്ന് ഉറങ്ങുന്നത്. ഓക്സിജൻ സിലിണ്ടർ രാത്രി കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ, തീർന്നു പോയാൽ നമുക്ക് ചിലപ്പോൾ മരണം വരെ സംഭവിക്കാം. പക്ഷേ ഇദ്ദേഹത്തിന് കാലിൽ ക്രാമ്പ് ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ രാത്രി അവിടെ റെസ്റ്റ് ചെയ്തു. ഭക്ഷണമൊന്നും അവിടെ ഉണ്ടാക്കാൻ പറ്റത്തില്ല, വലിയ പാടാണ്. വെള്ളം തിളയ്ക്കാൻ തന്നെ ഏകദേശം 3 മണിക്കൂർ വേണ്ടി വരും. കാരണം പ്രഷർ വളരെ ലോ ആണ് അവിടെ. അപ്പം ഒരു ഏകദേശം 36 മണിക്കൂർ ഞങ്ങൾ 2 ലിറ്റർ വെള്ളം കൊണ്ടാണ് ജീവിച്ചത്. അപ്പോൾ ഈ ക്യാമ്പ് 4 ഞങ്ങൾ കിടന്നുറങ്ങിയിട്ട് രാവിലെ എഴുന്നേക്കുമെന്ന് ഒരു ഉറപ്പുമില്ലായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ കടന്നിട്ടാണ് എവറസ്റ്റ് എക്സ്പെഡീഷൻ കംപ്ലീറ്റ് ചെയ്ത് തിരിച്ച് താഴെ എത്തിയത്. മൗണ്ട് എവറസ്റ്റ് എക്സ്പെഡീഷൻ കഴിഞ്ഞ് തിരിച്ച് നാട്ടിലെത്തി. ഒരു 6-7 മാസം ചികിത്സയിലായിരുന്നു. അതിന് ശേഷമാണ് ശരിക്കും 7 ഭൂഖണ്ഡങ്ങളിലെ ഉയരം കൂടിയ കൊടുമുടികൾ കയറാമെന്നൊരു തീരുമാനമെടുത്തത്. ലൈഫിൽ ഡിസിഷൻസൊക്കെ അങ്ങനെയാണ് ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നത്. കാരണം എല്ലാം ഒരുമിച്ചല്ല, ആദ്യമേ തീരുമാനിച്ച രീതിയിലല്ല ലൈഫ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ പോകുമ്പം അടുത്ത എന്താണെന്നുള്ളത് മുന്നിൽ തെളിഞ്ഞ് വരത്തേ ഉള്ളൂ. ഓരോ കാലടി വെക്കുമ്പോൾ അടുത്ത കാലടി വെക്കാനുള്ള സ്ഥലങ്ങൾ തെളിഞ്ഞു വരികയാണ്. അപ്പോൾ അങ്ങനെയാണ് 7 സമ്മിറ്റ്സിൽ നെക്സ്റ്റ് സമ്മിറ്റായിട്ടുള്ള മൗണ്ട് ദെനാലി. അത് നോർത്ത് അമേരിക്കയിലെ ഹയസ്റ്റ് പീക്കാണ്. അലാസ്കയിലാണ് അതിരിക്കുന്നത്, അമേരിക്കയിൽ. അപ്പോൾ അവിടെ പോകാനും അത്യാവശ്യം കാശിൻ്റെ ആവശ്യമുണ്ട്. പക്ഷേ ഈ പറഞ്ഞ സുബീർ ബക്ഷി ഉണ്ടല്ലോ, എന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ താമസിച്ചെന്ന് പറഞ്ഞില്ലേ എവറസ്റ്റിൻ്റെ ക്യാമ്പ് 4, അപ്പോൾ അദ്ദേഹമാണ് എന്നെ അവിടെ സ്പോൺസർ ചെയ്തത്. മാത്രമല്ല ഞാൻ പഠിച്ച കോളേജും എനിക്ക് കുറച്ച് സ്പോൺസർഷിപ്പ് തന്നു. മുസ്ലിയാർ കോളേജ് എന്നാണ് അതിൻ്റെ പേര്, പത്തനംതിട്ടയിൽ. അപ്പോൾ അങ്ങനെ ആ ഒരു പൈസയായിട്ട് ഞാൻ മൗണ്ട് ദെനാലിയിലേക്ക് പോവാണ്. മൗണ്ട് ദെനാലിയിലേക്ക് പോകണമെങ്കിൽ എവറസ്റ്റിലെ പ്രിപ്പറേഷൻ അല്ല, അതിനേക്കാൾ കൂടുതൽ പ്രിപ്പറേഷൻ വേണം. കാരണം മൗണ്ട് ദെനാലിയിൽ ഞങ്ങൾ ഗൈഡ് ഇല്ലാതാണ് പോകാൻ തീരുമാനിച്ചത്. 4 പേര്, ഞാനും സുബീർ ബക്ഷി, അദ്ദേഹത്തിൻ്റെ 2 ഫ്രണ്ട്സും. ഗൈഡില്ലാതെ പോകുമ്പോൾ നമ്മൾ ഏകദേശം ഒരു 75 കിലോ സാധനം തൂക്കിക്കൊണ്ട് പോകണം.
ഒരു 25 കിലോ നമ്മുടെ തോളിലും ബാക്കി 40 കിലോ സ്ലെഡ്ജിൽ കെട്ടി വലിച്ചാണ് കൊണ്ടുപോകുന്നത്. അതിനും ക്യാമ്പ് 4 വരെയുണ്ട്. ഈ ദനാലി നാഷണൽ പാർക്കിലിരിക്കുന്ന മൗണ്ട് ദനാലിക്ക് ക്യാമ്പ് 4-ലെത്തിയിട്ട് ശേഷം പിന്നെ സ്റ്റീപ്പ് ക്ലൈംബാണ്. ഇപ്പോൾ ക്യാമ്പ് 4 വരെ ഏകദേശം ഒരു 21 ഡേയ്സാണ് എക്സ്പെഡീഷൻ എടുക്കുന്നത്. ക്യാമ്പ് 4 വരെ നമ്മൾ ഈ 40 കിലോസ് വലിച്ചുകൊണ്ട് പോകണം. എനിക്ക് ദനാലിയിൽ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ട് തോന്നിയത് ഈ വലിച്ചുകൊണ്ട് പോക്കാണ്. കാരണം പോകുന്ന വഴിക്ക് എൻ്റെ എല്ലുകൾ ഞുറുങ്ങുന്ന പോലത്തെ എനിക്ക് വേദനയായിരുന്നു. കാരണം നമ്മൾ ഇത്രയും വെയിറ്റ് കെട്ടി ഇത്രയും ദിവസം വലിച്ച് ശീലിച്ചിട്ടില്ല. വിദേശീയരൊക്കെ നേരത്തെ വേറെ മൗണ്ടൻസിലൊക്കെ പോയിട്ട് ഈ വെയിറ്റ് വലിക്കുന്നത് ട്രെയിനിങ് ചെയ്തിട്ടായിരിക്കും വരുന്നത്. നമുക്ക് അത് ട്രെയിൻ ചെയ്യാനുള്ള സാഹചര്യം ഇന്ത്യൻ മൗണ്ടൻസിലില്ല. സോ അതൊരു ഡിഫിക്കൽട്ടി ആയിരുന്നു. അത് ഞാൻ ഓവർകം ചെയ്തു. അതിനുശേഷം ഈ എവറസ്റ്റിൽ ഒരുപാട് ക്രിവാസസുകളുണ്ട്, കുഴികളുണ്ട്, ഭയങ്കര ഡീപ്പായിട്ടുള്ള കുഴികളുണ്ട് ഈ ഗ്ലേഷ്യറിൽ. എവറസ്റ്റിലാണെങ്കിൽ ഈ ഗ്ലേഷ്യറിനെ ക്രോസ് ചെയ്യാൻ വേണ്ടി ഒരുപാട് ലാഡറുകൾ വെച്ചിട്ടുണ്ട്. ആ ലാഡറുകൾ വെക്കുന്ന ആൾക്കാർക്ക് ഐസ് ഫോൾ ഡോക്ടേഴ്സ് ആണ് പറയുന്നത്. അപ്പോൾ ഇവർ ഈ ഏണി സെറ്റ് ചെയ്ത് റീഅറേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷേ ഈ ദനാലി നാഷണൽ പാർക്കിൽ ഏണികളൊന്നുമില്ല. പോകുന്ന വഴിക്ക് ക്രിവാസുകളൊന്നും നമുക്ക് കാണത്തുമില്ല. കാരണം നമ്മൾ അവിടുത്തെ സമ്മറിലാണ് പോകുന്നത്. വിൻ്റർ സമയത്ത് ചെറിയ കുഴികളുടെ മുകളിലെല്ലാം ചെറിയ രീതിയിൽ ഐസ് ഘനീഭവിക്കും. നമ്മൾ സമ്മറിൽ ഇതിൻ്റെ മേളിൽ കൂടെ നടന്നു പോകുമ്പോൾ നമ്മൾ ആ കുഴിയിലേക്ക് വീഴും. അതാണ് ഡേഞ്ചറസ് ആയിട്ടുള്ള ദനാലിയിലുള്ളത്. ഞങ്ങൾ 3-4 പേര് പോവുകയാണെങ്കിൽ 3-4 പേര് തമ്മിൽ റോപ്പ് ചെയ്തിട്ടായിരിക്കും പോകുന്നത്. കാരണം ഒരാൾ ഈ ക്രിവാസിൽ വീണാലും ബാക്കി 3 പേരും അറസ്റ്റ് ചെയ്തുകൊണ്ട് താഴെ വീണുകൊണ്ട് ബാക്കി മറ്റേ ആളെ രക്ഷിക്കും. അപ്പോൾ അങ്ങനെ പല പ്രാവശ്യം 2-3 പ്രാവശ്യം ഞാൻ ഈ ക്രിവാസിൽ വീണിട്ടുണ്ട്. ദനാലിൽ നമ്മൾ പോകുന്നത് സമ്മറിലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ആ സമയത്ത് സൂര്യാസ്തമയമില്ല, 24 മണിക്കൂറും സൂര്യപ്രകാശമുണ്ട്. രാത്രി ഉറങ്ങാൻ വലിയ പാടാണ്. നമ്മുടെ ബയോളജിക്കൽ ക്ലോക്ക് മുഴുവൻ തെറ്റും. അപ്പോൾ രാത്രി എന്ന് പറയുന്ന സമയത്ത് ചെറുതായിട്ട് സൂര്യനൊന്നും മങ്ങത്തേ ഉള്ളൂ, പക്ഷേ അപ്പോഴും പ്രകാശമുണ്ട്. ഒരു പ്രാവശ്യം ഞങ്ങളവിടെ ടെൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചപ്പം ഞങ്ങൾക്ക് കൃത്യമായ സ്ഥലം കിട്ടിയില്ല ടെൻറ്റ് ചെയ്യാൻ വേണ്ടി. ഞങ്ങൾ ഒരു സ്ഥലം തിരഞ്ഞെടുത്ത് ടെൻറ്റ് ചെയ്തു. രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോഴാണ് വലിയൊരു ക്രിവാസിൻ്റെ മുകളിൽ ഉണ്ടായിരിക്കുന്ന ഒരു ചെറിയ ഐസ് പാളിയുടെ മുകളിലാണ് ഞങ്ങളവിടെ ടെൻറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ രാത്രി എന്തെങ്കിലും സംഭവിച്ചായിരുന്നെങ്കിൽ ഞങ്ങൾ താഴേക്ക് പോവുകയും മുകളിൽ രാവിലെ എത്തുമ്പോൾ ഐസ് കോട്ടിങ് ഉണ്ടാവുകയും ചെയ്തേനെ. അപ്പോൾ അതൊക്കെ ക്രോസ് ചെയ്തു. തിരിച്ചു വരുന്ന വഴിക്ക് ഞങ്ങൾക്ക് വഴി തെറ്റിയെന്ന് പറഞ്ഞാൽ വിജനമായ സ്ഥലമാണ്, നമുക്കറിയത്തില്ല, ഏതോ മൗണ്ടനാണ്. വഴി അറിയിക്കാൻ വേണ്ടിയിട്ട് ഈ മൗണ്ടനെ വെച്ചിരിക്കുന്നത് നമ്മുടെ ചൂരൽ കമ്പ് പോലത്തെ കമ്പുകളാണ് വെച്ചിരിക്കുന്നത്. കാറ്റടിച്ചിട്ട് ഈ കമ്പ് വേറെ എവിടെയെങ്കിലും പറഞ്ഞിരിക്കും, നമ്മൾ വഴി തെറ്റി അങ്ങോട്ട് പോകും. ഒരു പ്രാവശ്യം അങ്ങനെ തെറ്റി ഞങ്ങൾ ഈ വലിയൊരു ക്രിവാസുകളുള്ള ഒരു റീജിയനിലെത്തുകയും എൻ്റെ കൂടെയുള്ള സുബീർ പക്ഷി പേടി കൊണ്ട് നിലവിളിക്കുകയും ചെയ്തു. പിന്നെ അദ്ദേഹത്തെ ഞാൻ ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് ഈ വഴി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഓടി ആ മലയുടെ ഏറ്റവും മുകളിലെത്തി നോക്കിയിട്ടാണ് വഴി കണ്ടുപിടിച്ചത്. അപ്പോൾ കോടമഞ്ഞുകൾ ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഒരു സമയത്ത് എനിക്ക് വഴി കാണാൻ പറ്റി. അപ്പം ഈ സുബീർ പക്ഷി നിർത്തിയതും ഞാനൊരു ക്രിവാസിൻ്റെ മുകളിലാണ്. അദ്ദേഹം അനങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഴിയിലേക്ക് പോകും. മാത്രമല്ല ഞാനും സുബീർ പക്ഷിയും തമ്മിലുള്ള ആ റോപ്പിൻ്റെ അറ്റാച്ച്മെൻറ്റ് ഡിറ്റാച്ച് ചെയ്തിട്ടാണ് ഞാൻ പോകുന്നത്. അതും വലിയ ഡേഞ്ചറസ് ആണ്. കാരണം ഞാൻ വീണ് കഴിഞ്ഞാലും അങ്ങേർക്ക് വന്ന് രക്ഷപ്പെടുത്താൻ പറ്റത്തില്ല. അപ്പം അങ്ങനത്തെ ഒരുപാട് ഡിഫിക്കൽട്ടീസ് മൗണ്ട് ദനാലിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എവറസ്റ്റിനേക്കാൾ എനിക്ക് ഡിഫിക്കൽട്ടായിട്ട് തോന്നിയത് മൗണ്ട് ദനാലി എക്സ്പെഡീഷനാണ്. മൗണ്ട് ദനാലി സക്സസ്ഫുള്ളായിട്ട് സബ്മിറ്റ് ചെയ്തു 2023 ജൂണിൽ. അതിനുശേഷം 2023 സെപ്റ്റംബറിൽ റഷ്യയിലേക്ക് പോയി. അവിടെയാണ് യൂറോപ്പിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായിട്ടുള്ള മൗണ്ട് എൽബ്രൂസ് ഇരിക്കുന്നത്. കൊക്കേഷ്യസ് പർവ്വതനിരകളിലാണ് അതുള്ളത്. ആ സമയത്ത് യുദ്ധമൊക്കെ നടക്കുന്ന സമയമായിരുന്നു. ഈ ഉക്രൈനുമായിട്ട് യുദ്ധം നടക്കുന്ന സമയമായിരുന്നു. പക്ഷേ മോസ്കോയിലൊക്കെ ഞാൻ ചെല്ലുന്ന സമയത്ത് മോസ്കോയിലൊന്നും യുദ്ധം നടക്കുന്നതിൽ ഒരു പ്രതീതികളും ഇല്ലായിരുന്നു. അത്രയ്ക്ക് ആൾക്കാർ ശാന്തമായിട്ട് താമസിക്കായിരുന്നു. അവിടെ വാർത്തകളൊന്നും പ്രചരിക്കാറ് പോലും ഇല്ല. വിദേശീയർ വളരെ കുറവായിരുന്നു. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഞാൻ റഷ്യയിലെത്തുന്നത്. അവിടെ എൻ്റെ ഗൈഡിൻ്റെ പേര് ജോൺ എന്നായിരുന്നു. നമ്മൾ ഇതിൻ്റെ ബേസ് ക്യാമ്പ് വരെ എത്തുന്നത് ഒരു റോപ്പ് വേയിലാണ് എത്തുന്നത്, എൽബ്രൂസിൻ്റെ. അതിനുശേഷം 2 ദിവസം കൊണ്ട് നമുക്ക് ക്ലൈംബ് ചെയ്യാം. അത്യാവശ്യം നമ്മൾ സ്ട്രോങ് ആണെങ്കിൽ ഒരു ദിവസം അക്ലമറ്റൈസ് ചെയ്തിട്ട് ക്ലൈംബ് ചെയ്യാം. ഞങ്ങൾ ക്ലൈംബ് ചെയ്യാൻ വേണ്ടി എടുത്ത സീസൺ സെപ്റ്റംബർ ആയിരുന്നു. മിക്കവാറും സീസണിൻ്റെ എൻഡായി. ആ സമയത്ത് വലിയ കൊടുങ്കാറ്റടിക്കുന്ന ഒരു സമയത്തായിരുന്നു ഞാൻ പോയത്. അപ്പം ജോൺ എന്നെ അറിയാം, ഞാൻ എവറസ്റ്റും ഈ ദനാലിയും ക്ലൈംബ് ചെയ്തിട്ടുണ്ടെന്ന്. ഇപ്പോൾ ഈ സബ്മിറ്റ് ചെയ്യേണ്ട രാത്രിയാണ് സബ്മിറ്റ് ചെയ്യാൻ പോകുന്നത്. സബ്മിറ്റ് ചെയ്യേണ്ട രാത്രി ഞാനും ജോണും വേറെ 2 ക്ലയൻസും ഉണ്ട്. അവരും കൂടെ ഞങ്ങൾ ഈ നടക്കാൻ തുടങ്ങുന്ന ഒരു പോയിൻ്റ് ഉണ്ട്. അവിടേക്ക് ഞങ്ങളൊരു പ്രത്യേകം വണ്ടിയിൽ പോവുക, മഞ്ഞിലൂടെ ഓടുന്നൊരു വണ്ടിയിൽ. എന്നിട്ട് ഇതിൻ്റെ മുകളിലെത്തി നടക്കാൻ തുടങ്ങുന്ന സമയത്ത് ഫ്രണ്ടിൽ നമുക്കൊന്നും കാണത്തില്ല, രാത്രിയാണ്, ലൈറ്റ് അടിച്ചാൽ പോലും ഒന്നും കാണത്തില്ല, കാറ്റിങ്ങനെ ശക്തമായിട്ട് അടിച്ചുകൊണ്ടിരിക്കുക. ബാക്കി 2 ക്ലയൻസ് അവർ തിരിച്ചു പോയി. അപ്പോൾ ജോൺ എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്കറിയാം നിങ്ങൾ സ്ട്രോങ് ആണെന്നറിയാം, നിങ്ങൾ എൻ്റെ പുറകിൽ വന്നാൽ മതി, ഞാൻ നിങ്ങളെ മുകളിലെത്തിക്കാം. ഞാൻ ആ ജോണിനെ വിശ്വസിച്ച് ജോണിൻ്റെ കാൽപാദം മാത്രം നോക്കി ഞാൻ 5 മണിക്കൂർ നടന്നു. അങ്ങനെ 5 മണിക്കൂറിന് ശേഷം ഞാൻ എൽബ്രൂസിൻ്റെ ഏറ്റവും ടോപ്പിലെത്തി. റഷ്യയിൽ യൂറോപ്പിലെ ഏറ്റവും ഹയസ്റ്റ് പോയിന്റിലെത്തി. അവിടെ എത്തുന്നതിന് തൊട്ട് മുമ്പ് ഒരു സംഭവം കൂടെ ഉണ്ടായി. ഇതിൻ്റെ മുകളിലെത്തുമ്പോൾ നമുക്ക് ജോൺ പറഞ്ഞ് നിൽക്കാൻ പറഞ്ഞു. കാരണം
നമ്മുടെ രോമങ്ങളൊക്കെ എഴുന്നേറ്റ് നിൽക്കാൻ തുടങ്ങി ഇതിൻ്റെ മുകളിലെത്തുന്ന സമയത്ത്. അപ്പോൾ നമ്മൾ ഒരു മലയിൽ ഇടി വെട്ടുന്നതിന് മുമ്പ് ആ മലയിലെ മുകളിൽ ചാർജ് ചെയ്യും. ഒരു ഫോഴ്സ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണെന്ന് തോന്നുന്നു, അത് വെച്ച് ചാർജ് ചെയ്യും. ഈ ചാർജ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിലെ രോമങ്ങളെല്ലാം എഴുന്നേറ്റ് നിൽക്കും. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി. ജോൺ കാണിച്ചു തന്നു ഇതുപോലെ ഇനി അടുത്ത ഇടി വെട്ടാൻ പോകുന്നത് ഈ മലയുടെ മുകളിലാണ്, എത്രയും പെട്ടെന്ന് കയറിയിട്ട് ഇറങ്ങണമെന്ന് പറഞ്ഞു. അങ്ങനെ വളരെ വേഗത്തിൽ കയറി, 1 മിനിറ്റ് പോലും നിന്നില്ല. മുകളിൽ കയറി ഒരു ഫോട്ടോ എടുത്തിട്ട് അപ്പം തന്നെ ഈ എൽബ്രൂസിൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങി. ഞങ്ങൾ ഇറങ്ങി താഴെ എത്തിയപ്പോൾ അതിന് മുകളിൽ ഇടി വെട്ടുന്ന സൗണ്ടും കേട്ടു. അത്രയും ഡേഞ്ചറസ് ആയിട്ടാണ് എൽബ്രൂസ് ക്ലൈംബ് ചെയ്തത്. ചിലർ പോകുമ്പോൾ നല്ല ക്ലൈമറ്റ് ആയിരിക്കും, അപ്പോൾ ഇത്രയും ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. എനിക്ക് പോയപ്പോൾ ഈ ക്ലൈമറ്റാണ് കിട്ടിയത്. പക്ഷേ എൻ്റെ ഗൈഡ് പവർഫുൾ ആയിട്ടുള്ള ഒരു ഗൈഡ് ആയതുകൊണ്ട് അദ്ദേഹം എന്നെ മുകളിൽ എത്തിച്ചു. ഇല്ലെങ്കിൽ എനിക്ക് എക്സ്പെഡീഷൻ ക്യാൻസൽ ചെയ്യേണ്ട വന്നേനെ. അതിനുശേഷം ഞാൻ പോയതാണ് അന്റാർട്ടിക്കയിലെ മൗണ്ട് വിൻസൺ. അന്റാർട്ടിക്ക എന്ന ഭൂഖണ്ഡത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് മൗണ്ട് വിൻസൺ. അവിടെ മലയാളികൾ ആരും പോയിട്ടില്ല. അവിടെ കയറുന്ന ഫസ്റ്റ് മലയാളിയാണ് ഞാൻ. വിൻസൻ്റെ പ്രത്യേകത വളരെ റിമോട്ടായിട്ടുള്ള മൗണ്ടനാണ്. മൗണ്ട് എവറസ്റ്റിനേക്കാൾ എക്സ്പെൻസീവ് ആയിട്ടുള്ള പർവ്വതമാണ് മൗണ്ട് വിൻസൺ. അന്റാർട്ടിക്കയുടെ നടുക്കുള്ള എൽസ്വർത്ത് പർവ്വതനിരകളിലാണ് ഈ പറയുന്ന മൗണ്ട് വിൻസൺ ഉള്ളത്. അങ്ങോട്ട് പോകാൻ വേണ്ടി 2 റൂട്ടുകളുണ്ട്. സാധാരണ ആൾക്കാർ പോകുന്നത് ഉഷായ എന്ന് പറഞ്ഞ അർജൻറ്റീനയിലെ സ്ഥലത്തു നിന്നും ബോട്ട് എടുത്തിട്ടാണ് പോകുന്നത്, ക്രൂയിസിൽ. നമുക്ക് പോകേണ്ടത് ഈ ഭൂഖണ്ഡത്തിൻ്റെ നടുക്കാണ്. നമ്മൾ ചിലിയിൽ നിന്നൊരു വിമാനം ചാർട്ടർ ചെയ്ത് എടുത്തിട്ടാണ് പോകുന്നത്. ഈ വിമാനം ഇറങ്ങുന്നത് തന്നെ ബ്ലൂ ഐസ് റൺവേയിലാണ് ഇറങ്ങുന്നത്. ആ റൺവേക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല, ഒരു സിഗ്നലും ഒന്നുമില്ല. രാവിലെ ഏകദേശം ഒരു 10 കിലോമീറ്റർ വിസിബിലിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ പൈലറ്റ് ആ വിമാനം അവിടെ ഇറക്കത്തുള്ളൂ. പൈലറ്റ് വിമാനം ഇറക്കിയില്ലേ തിരിച്ച് ചിലിയിലേക്ക് പോവുകയും ചെയ്യും. അങ്ങനെ ഒരു അൺസർട്ടനിറ്റി നിറഞ്ഞു നിൽക്കുന്ന ഒരു ഭയങ്കരമായിട്ടുള്ള സ്ഥലമാണ് അന്റാർട്ടിക്ക. വിമാനം വന്നാൽ വന്നു, വന്നില്ല. 18 ദിവസം എക്സ്പെഡീഷനാണ്. നമ്മളെ അവിടെ കൊണ്ട് ഇറക്കുന്നു, എന്നിട്ട് വിമാനം പോകുന്നു. നമ്മളവിടെ ഒരു ക്യാമ്പിൽ, അന്റാർട്ടിക്കയുടെ നടുക്കുള്ളൊരു ക്യാമ്പുണ്ട്. അവിടെ വരുന്ന ആൾക്കാർ വരുന്നത് ഒന്ന് സൗത്ത് പോളിലേക്ക് എക്സ്പെഡീഷന് പോകാൻ വേണ്ടി വരുന്നവരുണ്ട്, പിന്നെ പെൻഗ്വിൻസിനെ കാണാൻ വരുന്നവരുണ്ട്, പിന്നെ ഈ മൗണ്ട് വിൻസൺ കയറാൻ വരുന്നവരുണ്ട്, പിന്നെ അന്റാർട്ടിക്കയിലൊരു അഗ്നിപർവ്വതമുണ്ട്, ആ അഗ്നിപർവ്വതം കയറാൻ വരുന്നവരുണ്ട്. അങ്ങനത്തെ 4-5 ആൾക്കാരാണ് ആ ക്യാമ്പിൽ വരുന്നത്. ഞങ്ങൾ അവിടുന്ന് വീണ്ടും ഒരു ചെറിയ വിമാനം എടുത്തിട്ടാണ് മൗണ്ട് വിൻസൻ്റെ ബേസ് ക്യാമ്പിലേക്ക് പോകുന്നത്. അവിടെ പോയി ഏകദേശം 6-7 ദിവസം കൊണ്ട് ക്ലൈംബ് ചെയ്തിട്ട് തിരിച്ച് ഈ ക്യാമ്പിൽ വന്നിട്ട് വിമാനത്തിൽ കയറി വരുന്നതാണ് മുഴുവൻ പദ്ധതി. ഈ പോകുന്ന വഴിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായി. കാരണം അവിടുത്തെ ടെമ്പറേച്ചർ -40 -50 ആണ്. നമുക്ക് കഴിക്കാനുള്ള ഭക്ഷണങ്ങളൊക്കെ ഇവർ നേരത്തെ കൊണ്ട് ഐസിൻ്റെ അടിയിൽ കുഴിച്ചിടും, കഴിഞ്ഞ സീസണിലേക്ക് കുഴിച്ചിടും. എന്നിട്ട് പോകുമ്പോൾ നമ്മൾ ആ സ്ഥലം കുഴിച്ചെടുത്തിട്ടാണ് നമ്മുടെ ഭക്ഷണങ്ങളൊക്കെ എടുത്ത് കഴിക്കുന്നത്. ആ കുഴിച്ചെടുക്കുന്ന സ്ഥലം തന്നെ നമ്മുടെ അടുക്കളയാക്കി മാറ്റി അതിനകത്തിരുന്ന് കുക്ക് ചെയ്യും. അതൊരു ഭയങ്കരമായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. അതിനുശേഷം ഞങ്ങൾ 4-5 ദിവസം എടുത്ത് ഈ അന്റാർട്ടിക്കയിലെ ഉയരം കൂടിയ കൊടുമുടിയുടെ മുകളിലെത്തി. എനിക്ക് അത്യാവശ്യം ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയൊക്കെ ഇഷ്ടമായിട്ട് ഞാനൊരു 15 സെക്കൻഡ്സ് ഫോട്ടോയും വീഡിയോ എടുക്കാൻ വേണ്ടി എൻ്റെ ഗ്ലൗസ് ഊരിയിട്ട് ഞാൻ എല്ലാം എടുത്ത് തിരിച്ചിറങ്ങി അടുത്ത ക്യാമ്പ് എത്തുന്നതിന് തൊട്ടും എൻ്റെ വിരലുകളൊക്കെ വീർത്തു തുടങ്ങി. ഞാൻ ഭയങ്കരമായിട്ട് പേടിച്ചിരുന്ന ഫ്രോസ്റ്റ് ബൈറ്റ് എന്ന് പറയും. നമ്മുടെ തീ കൊണ്ട് നമ്മുടെ കൈ പൊള്ളുന്നത് പോലെ തണുപ്പ് കൊണ്ട് കൈ പൊള്ളുന്നതാണ് ഫ്രോസ്റ്റ് ബൈറ്റ്. എൻ്റെ 2 വിരലുകൾക്ക് ഫ്രോസ്റ്റ് ബൈറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ മെഡിസിനൊക്കെ തരും, ചെറിയ രീതിയിൽ തണുപ്പിക്കും. പക്ഷേ പ്രശ്നം എന്ന് വെച്ചാൽ വീണ്ടും ഇത് ഫ്രീസ് ആവരുത്. ഒരു 6 മാസത്തേക്ക് വീണ്ടും ഫ്രീസ് ആയി കഴിഞ്ഞാൽ വിരലുകൾ മുറിച്ച് കളയേണ്ടി വരും. അപ്പോൾ എൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അന്റാർട്ടിക്കയിലെ എക്സ്പെഡീഷന് ശേഷം ഞാൻ സൗത്ത് അമേരിക്ക ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായിട്ടുള്ള അക്കൻകാഗുവയും ലോകത്തിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതമായിട്ടുള്ള ഓഹോസ് ഡെൽ സലാഡും കൂടെ കയറാനാണ് ഞാൻ സൗത്ത് അമേരിക്കൻ കോണ്ടിനെൻറ്റിലേക്ക് പോകുന്നത്. ഇത് 3 എനിക്ക് കംപ്ലീറ്റ് ചെയ്യണം. എൻ്റെ ഫസ്റ്റ് എക്സ്പെഡീഷനിൽ തന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായി, എനിക്ക് ഫ്രോസ്റ്റ് ബൈറ്റ് ഉണ്ടായി. അത് എൻ്റെ പേഴ്സണൽ കാര്യം. അടുത്ത് അന്റാർട്ടിക്കയിൽ ഞാൻ കണ്ട വേറെ അത്ഭുതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എൻ്റെ ടീമിൽ റിച്ചാർഡ് എന്ന് പറഞ്ഞൊരു മനുഷ്യനുണ്ടായിരുന്നു. പുള്ളിക്കാരൻ 70 വയസ്സുള്ള ഒരു അമേരിക്കക്കാരനാണ്. പുള്ളിക്കാരൻ അവിടെ വന്നത് പുള്ളിക്കാരൻ്റെ 7th സമ്മിറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പുള്ളിക്കാരന് 70 വയസ്സുണ്ടെന്ന് പറഞ്ഞല്ലോ. അയാൾ വരുന്നതിന് തൊട്ട് മുമ്പ് ഒരു 6 മാസം മുമ്പ് ഓപ്പൺ ഹാർട്ട് സർജറി ചെയ്തിട്ടാണ് പുള്ളിക്കാരൻ അന്റാർട്ടിക്കയിലേക്ക് വരുന്നത്. അന്റാർട്ടിക്കയിൽ വന്നാൽ 18 ദിവസത്തേക്ക് ഒരു രക്ഷയില്ല, തിരിച്ചു പോകാൻ പറ്റത്തില്ല, ഹൃദയം നിന്ന് പോയി കഴിഞ്ഞാൽ മരിച്ചു പോകും. അതെല്ലാം അറിയാമായിരുന്നിട്ടും പുള്ളിക്കാരൻ ഈ ഒരു എക്സ്പെഡീഷന് വന്നു എന്ന് കണ്ടു. അദ്ദേഹത്തിന് പെരുമാറാൻ പറ്റി. അദ്ദേഹം എന്നെക്കാൾ സ്പീഡിൽ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉള്ളത് കാണുമ്പോഴാണ് ശരിക്കും നമ്മൾ റിയലി ഇൻസ്പയർഡ് ആകും. ഇവർ ലൈഫിനെ ഏത് രീതിയിലാണ് നോക്കിക്കാണുന്നത് നമുക്കറിയത്തോലുമില്ല, നമ്മളൊരിക്കലും അത് ചെയ്യത്തില്ല. അപ്പം ഇങ്ങനത്തെ ആൾക്കാരൊക്കെ എനിക്ക് ഒരുപാട് ഇൻസ്പിറേഷൻ തന്നിട്ടുണ്ട്. റിച്ചാർഡിനെ എനിക്ക് അവിടുന്ന് പരിചയപ്പെടാൻ പറ്റി. അന്റാർട്ടിക്കൻ എക്സ്പെഡീഷൻ കഴിഞ്ഞ് ഞങ്ങൾ സൗത്ത് അമേരിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായിട്ടുള്ള അക്കൻകാഗുവയിലേക്ക് വന്നു. അക്കൻകാഗുവ ഇരിക്കുന്നത് ആൻഡീസ് പർവ്വതനിരയിലാണ്. അക്കൻകാഗുവ അർജൻറ്റീനയിലാണുള്ളത്. മെൻഡോസ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിറ്റിയിൽ നിന്നാണ് നമുക്ക് ഈ അക്കൻകാഗുവയുടെ മുകളിലേക്ക് പോകേണ്ടത്. അക്കൻകാഗുവയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വിൻഡിയസ്റ്റ് മൗണ്ടനാണ്. അതിൻ്റെ പസഫിക് ഓഷ്യൻ്റെ തൊട്ടടുത്താണ് ഈ അക്കൻകാഗുവ ഇരിക്കുന്നത്.
ഒരു സൈഡിൽ പസഫിക് ഓഷനാണ്. അവിടുന്ന് വരുന്ന തണുത്ത കാറ്റ് മൂലം അക്കൻകാഗോയുടെ മേളിൽ ഭയങ്കര വിൻഡാണ്. 100 മീറ്റർ പെർ അവറിലൊക്കെയാണ് അവിടെ വിൻഡ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വിൻഡുള്ള സമയത്ത് നമുക്ക് കയറാൻ പറ്റത്തില്ല. ഞങ്ങൾ ഈ പോയ സീസണിൽ ഭയങ്കര വിൻഡായിരുന്നു. പല ടീമുകൾക്കും സബ്മിറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ എനിക്ക് എൻ്റെ ഈ കയ്യിൽ ഫ്രോസ്റ്റ് ബൈറ്റ് ഉള്ളതുകൊണ്ട് പല ഡോക്ടർമാർ എന്നെ മുകളിലേക്ക് കയറ്റാൻ അനുവദിച്ചില്ല. അപ്പോൾ അവരുടെയൊക്കെ കാല് പിടിച്ചിട്ടാണ് ബേസിക്കലി ഞാൻ മുകളിലേക്ക് കയറിയത്. അവർ പല മരുന്നുകളും കഴിക്കാൻ പറഞ്ഞു. ഈ പെട്ടെന്ന് രക്തം കട്ടി പിടിക്കാതിരിക്കാനുള്ള മരുന്നുകളും കൂടുതൽ രക്തഓട്ടം കൂടി ഇതിനകത്ത് നമുക്ക് ഫ്രോസ്റ്റ് ബൈറ്റ് മാറത്തില്ല, പക്ഷേ ആ ഒരു ടെമ്പററി ആയിട്ടുള്ള സുഖം കിട്ടാനുള്ള മരുന്നുകളൊക്കെ എടുക്കാൻ പറഞ്ഞു. പക്ഷേ ഞാൻ ആ മരുന്നുകളൊന്നും എടുത്തില്ല. കാരണം ഹൈ ആൾട്ടിറ്റ്യൂഡിൽ അറിയാത്ത മരുന്ന് എടുത്തു കഴിഞ്ഞാൽ ശരീരത്തിന് ബുദ്ധിമുട്ടാകും. ആ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഈ അക്കൻകാഗോ കയറുന്നത്. അക്കൻകാഗോ കയറാൻ വേണ്ടി മുകളിലെത്തിയപ്പോൾ എൻ്റെ ടീമിന് കയറാൻ പറ്റിയില്ല. കാരണം ഞങ്ങളൊരു 10-14 പേരുടെ ടീമാണ് പോയത്. എല്ലാവരും അവരവരുടെ സേഫ്റ്റി നോക്കി. ഹെവി വിൻഡാണ്. പിന്നെ ഞാൻ വേറൊരു പ്രൈവറ്റ് ആയിട്ടുള്ള ഗൈഡിനെ വീണ്ടും $2000 കൊടുത്ത് അവിടുന്ന് ഹയർ ചെയ്തിട്ടാണ് ഞാൻ സബ്മിറ്റ് ചെയ്തിട്ട് വന്നത്. അതാണ് അക്കൻകാഗുവിലെ ഒരനുഭവം. അതിനുശേഷം ഞാൻ പോയത് ലോകത്തിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതമായിട്ടുള്ള ഒഹോസ് ഡെൽ സലാഡോ. അത് ചിലിയിലാണ്. ചിലിയിൽ അറ്റക്കാമ ഡെസേർട്ട് നടുക്കാണ് ഇരിക്കുന്നത്. ആ ഏരിയയിൽ മുഴുവൻ അഗ്നിപർവ്വതങ്ങളാണ് നമ്മളവിടെ പോകുമ്പോൾ തന്നെ. എനിക്ക് നല്ലൊരു ഫ്രണ്ടിനെ കിട്ടി. എൻ്റെ ഗൈഡും നല്ലൊരു മനുഷ്യനായിരുന്നു, എൻ്റെ ഡ്രൈവറും നല്ലൊരു മനുഷ്യനായിരുന്നു. ഇവർ രണ്ടുപേരും കൂടെ എന്നെ ഈ അറ്റക്കാമ ഡെസേർട്ട് നടുക്ക് കൊണ്ടുപോകുന്നു. അവിടെ ഒരു ക്യാമ്പ്. ഞാൻ ഈ അക്കൻകാഗോ ക്ലൈംബ് ചെയ്തുകൊണ്ട് വന്നതുകൊണ്ട് തന്നെ എനിക്ക് 5 ദിവസം കൊണ്ട് ഈ എക്സ്പെഡീഷൻ ചെയ്യാം. അല്ലെങ്കിൽ ഇതും 18 ദിവസം എടുക്കും. ഞാൻ അക്ലമറ്റൈസ്ഡ് ആണല്ലോ, ഞാൻ ഹൈറ്റ് കയറിയിട്ട് വന്നതാണ്. അപ്പം ഈ അഗ്നിപർവ്വതം എന്ന് പറയുമ്പോൾ 22,000 അടി ഉയരത്തിലാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതം. അതിൻ്റെ മുകളിൽ കൊടും തണുപ്പാണ്. ഇത് ആക്റ്റീവ് വോൾക്കാനോ ആണ്, എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാം. കാരണം ഇതിൻ്റെ അടിയിലൂടെ ഒഴുകുന്ന നദി, അതിന് ലാമ നദി എന്നാണ് അതിൻ്റെ പേര്. ലാമ, അവിടുത്തെ പുല്ലിൻ്റെ പേരാണ് ലാമ എന്നുള്ളത്. അപ്പോൾ ഈ ലാമ നദി ചൂട് ഉറവയാണ്, ഹോട്ടായിട്ടാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അടിയിൽ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. അവിടെ ഒരുപാട് ഹോട്ട് സ്പ്രിങ്ങുകളുണ്ട്. ഞാൻ പല ഹോട്ട് സ്പ്രിങ്ങുകളിലും കുളിച്ചു. അവിടുത്തെ ഉപ്പ് പാടങ്ങളുണ്ട്. അവിടുത്തെ ഉപ്പാണ് ലിഥിയം ഫീൽഡുകളാണ് അവിടെ മുഴുവൻ. ഒരുപാട് ലിഥിയം ഫീൽഡുകൾ കണ്ടു. ഈ അഗ്നിപർവ്വതം കയറുമ്പോൾ എനിക്ക് തോന്നിയ ഒറ്റ റിസ്ക്കേ ഉള്ളൂ. കാരണം ഇത് പണ്ട് എന്നോ പൊട്ടി ഇതിൻ്റെ ആഷസാണ് ചുറ്റും കിടക്കുന്നത്. ചെറിയ മണൽത്തരികൾ പോലെ, നമ്മുടെ കടലിലെ മണൽ പോലെയാണ് ഈ കയറുമ്പോൾ നമുക്ക് കയറിപ്പോകേണ്ടത്. ഈ കടലിൽ നമ്മൾ നടക്കാൻ വേണ്ടി ബുദ്ധിമുട്ടത്തില്ലേ. പക്ഷേ ഈ മലയിലോട്ട് കയറുമ്പോഴേ, ഈ മുകളിലോട്ട് കയറുമ്പോൾ നമുക്ക് ചവിട്ടാൻ പറ്റില്ല. 2 സ്റ്റെപ്പ് വെക്കുമ്പോൾ നമ്മൾ 2 സ്റ്റെപ്പ് താഴേക്ക് ഇറങ്ങും. അങ്ങനെ ആ ഒരു ഡിഫിക്കൽട്ടിയാണ് എനിക്ക് ശരിക്കും ഈ ഒഹോസ് ഡെൽ സലാഡോയിൽ കയറുമ്പം എനിക്ക് ബുദ്ധിമുട്ട് അനുഭവിച്ചത്. എവറി മൗണ്ടൻ ഡിഫറെൻ്റ് ആണ്. പല ആൾക്കാരും ചോദിക്കും എവറസ്റ്റ് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ മലയും ഈസി അല്ലേന്ന് ചോദിക്കും. പക്ഷേ ഓരോ മനുഷ്യരും വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത് പോലെ എല്ലാ മലകളും വ്യത്യസ്തമാണ്. എല്ലാ മലകളുടെയും ക്ലൈമറ്റ് വ്യത്യാസമാണ്, അവിടുത്തെ ആഹാരം വ്യത്യാസമാണ്, അവിടുത്തെ ടെറൈൻ വ്യത്യാസമാണ്. ഒരു മൗണ്ടനും ഈസി അല്ല. അപ്പം അങ്ങനെ ഞാൻ 6 സമ്മിറ്റ്സ് കഴിഞ്ഞു. 7th സമ്മിറ്റ് ഓഗസ്റ്റ് 15, 2024 ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ കുറച്ച് ടെക്നിക്കാലിറ്റീസ് മൂലം ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ നവംബറിലാണ്, ഈ 2024 നവംബറിലാണ് ഓസ്ട്രേലിയയിലെ ഹയസ്റ്റ് പീക്കായിട്ടുള്ള മൗണ്ട് കോഷിയോസ്കോ അതിൻ്റെ മുകളിലെത്താൻ സാധിച്ചത്. അതൊരു സിമ്പിൾ സമ്മിറ്റാണ്. പക്ഷേ ഓസ്ട്രേലിയയിൽ എത്തണം. സിഡ്നിയിൽ നിന്ന് ഏകദേശം 600 കിലോമീറ്റർ ഡ്രൈവ് ചെയ്തിട്ട് വേണം ഈ നാഷണൽ പാർക്കിനകത്ത് പോകാൻ. സിഡ്നിയിലും ഓസ്ട്രേലിയയിലുള്ള എൻ്റെ സുഹൃത്തുക്കളാണ് എന്നെ ഹെൽപ്പ് ചെയ്തത് മുഴുവൻ. അവരൊരുപാട് എന്നെ സഹായിച്ചു. സിഡ്നിയിലേക്ക് കൊണ്ടുപോകാനാണെങ്കിലും. സിഡ്നിയിൽ നിന്ന് എൻ്റെ ഫ്രണ്ട് സൗമ്യ എന്നാളുടെ പേര്, എൻ്റെ കൂടെ പണ്ട് പഠിച്ച പുള്ളിക്കാരി പറഞ്ഞു, നീ സിഡ്നിയിൽ വന്നതല്ലേ, നീ വന്നിട്ട് ഗ്രേറ്റ് ബാരിയർ റീഫ് കൂടെ കണ്ടിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ സിഡ്നിയിൽ തന്നെ കെയ്ൻസ് എന്നുള്ള സ്ഥലത്ത് കൊണ്ടുപോയിട്ട് അവിടെ നിന്നൊരു ക്രൂയിസ് എടുത്ത് ഞങ്ങൾ ഗ്രേറ്റ് ബാരിയർ റീഫ് കാണാൻ പോയി. അത് പവിഴപ്പുറ്റുകളുടെ ഒരു മായാ ലോകമാണ്. സത്യം പറഞ്ഞാൽ നമ്മൾ കാണാത്തതും അനുഭവിക്കാത്തതൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. ഈ ഗ്രേറ്റ് ബാരിയർ റീഫിൽ പോയിട്ട് ഞാൻ അവിടെ സ്കൂബ ഡൈവിങ് ചെയ്ത് താഴെ പോയി കണ്ട കാഴ്ച എനിക്ക് എൻ്റെ കണ്ണുകൾക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലാണ്. സ്കൂബ ഡൈവിങ് ചെയ്തവർക്കറിയാം, താഴെ വേറെ തന്നെ ഒരു ലോകം, പവിഴപ്പുറ്റുകളുടെ ഒരു മനോഹരമായിട്ടുള്ള ലോകം. ശരിക്കും ഓസ്ട്രേലിയയിലെ മൗണ്ടനേക്കാളും എനിക്ക് ഓസ്ട്രേലിയയിലെ ഈ ഗ്രേറ്റ് ബാരിയർ റീഫാണ് എനിക്കിഷ്ടപ്പെട്ടത്. നിങ്ങളും ലൈഫ് ടൈമിൽ പോയി കാണേണ്ട ഒരു സ്ഥലമാണ് ഗ്രേറ്റ് ബാരിയർ റീഫ്. അവിടെ പോയി സ്കൂബ ഡൈവിങ് തന്നെ ചെയ്യണം. അപ്പം അങ്ങനെ 7 സമ്മിറ്റ്സ് കംപ്ലീറ്റ് ആയി. ജീവിതത്തിൽ മുന്നോട്ട് ലക്ഷ്യമില്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാനൊരു ഇൻട്രസ്റ്റ് കാണത്തില്ല, ഒരു ത്രില്ല് കാണത്തില്ല. വെറുതെ ജീവിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ജീവിതത്തിൽ എപ്പോഴും ഒരു ലക്ഷ്യം വേണം. എന്തായാലും ഒരു മുന്നോട്ട് പോകാനൊരു ലക്ഷ്യം വേണം. ചെറിയ ലക്ഷ്യമായിക്കോട്ടെ, വലിയ ലക്ഷ്യമായിക്കോട്ടെ. അപ്പോൾ അങ്ങനെ 7 സമ്മിറ്റ്സ് കഴിയുമ്പോൾ ആൾക്കാർ ചോദിക്കും, ഇനി എന്താണ് പരിപാടി, കഴിഞ്ഞൊന്നും ഇല്ലയോ, ഇനി എന്താ പരിപാടിയെന്ന് ചോദിക്കും. അപ്പം എനിക്ക് പണ്ട് മുതലേ ഒരു വലിയ പ്രൊജക്റ്റ് ഉണ്ട്. എവറി കൺട്രിയിലെ ഹയസ്റ്റ് പീക്ക് കയറുക എന്നുള്ളൊരു പ്രൊജക്റ്റ് ഉണ്ട്. 195 കൺട്രീസിൽ. ഞാൻ 7 സമ്മിറ്റ്സ് ആദ്യമേ കംപ്ലീറ്റ് ചെയ്തത് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്, തെളിഞ്ഞു വന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് മനസ്സിലാവത്തില്ല. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ 7 സമ്മിറ്റ്സ് ആദ്യമേ ചെയ്തത് ഈ ഒരു 195 കൺട്രീസിലെ ഹയസ്റ്റ് പീക്ക് ചെയ്യാൻ വേണ്ടി ആയിരുന്നു എന്ന്. അതിന്
ഈ ലോകത്തിലാരും ഈ ഒരു 195 കൺട്രീസിലെ ഹയസ്റ്റ് പീക്ക് കയറിയിട്ടില്ല. പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അടുത്ത പ്രൊജക്റ്റ് ആഫ്രിക്കയിലെ 54 രാജ്യങ്ങളിലെ ഉയരം കൂടിയ കൊടുമുടികൾ കീഴടക്കുക എന്നുള്ളതാണ്. അതിൻ്റെ മുകളിൽ ഇന്ത്യയുടെ ദേശീയ പതാക പറപ്പിക്കുക എന്നുള്ളതാണ്. ആഫ്രിക്കയിൽ ഒരുപാട് ഡേഞ്ചേഴ്സ് ഉണ്ട്. എവറസ്റ്റിനെ പോലെ ഉയരമില്ലെങ്കിലും ദെനാലിയെ പോലെ തണുപ്പില്ലെങ്കിലും ഈ ആഫ്രിക്കയിൽ വന്യമൃഗങ്ങൾ മാത്രമല്ല റിമോട്ട്നെസ് മൂലം ഈ പീക്സ് ഇരിക്കുന്നത് വളരെ റിമോട്ടായിട്ടുള്ള പ്ലേസുകളിലാണ്. അവിടുത്തെ പൊളിറ്റിക്കൽ സിറ്റുവേഷൻസ്, അവിടുത്തെ ആൾക്കാർ വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ആൾക്കാരാണ്. ഇതൊക്കെ ഓവർകം ചെയ്ത് വേണം ആഫ്രിക്കയിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. എല്ലാ മലകളും ഡിഫറൻ്റ് ആണ്. എല്ലാ മനുഷ്യരും ഡിഫറൻ്റ് ആയിരിക്കുന്ന പോലെ എല്ലാ മലകളും ഡിഫറൻ്റ് ആണ്. മലകളിൽ ക്ലൈമറ്റ് ഡിഫറൻ്റ് ആണ്. അപ്പം എവറസ്റ്റ് കയറിയെന്ന് പറഞ്ഞിട്ട് ഇതെല്ലാം എളുപ്പമുള്ള കാര്യമല്ല. സോ അതിനുള്ള പ്ലാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ വർഷം തന്നെ പോകാൻ പറ്റുമെന്നാണ് ഞാൻ ശ്രമിക്കുന്നത്. അതിനുള്ള സ്പോൺസറെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഒരു സാധാരണ മനുഷ്യന് 3-4 വർഷത്തെ പ്രിപ്പറേഷൻസ് കൊണ്ട് എവറസ്റ്റ് പോലുള്ളൊരു കൊടുമുടി കീഴടക്കാൻ പറ്റിയെങ്കിൽ ആർക്കും എന്തും ചെയ്യാൻ സാധിക്കുമെന്നാണ് ഞാൻ തെളിയിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കും ചിലപ്പോൾ നിങ്ങളുടെ എവറസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൗണ്ടൻ ആയിരിക്കത്തില്ല, നിങ്ങളുടെ ഒരു ജോലിയായിരിക്കും, ചിലപ്പോൾ നിങ്ങളുടെ വേറൊരു ഡ്രീം ആയിരിക്കും. എന്ത് സാധനവും നേടാൻ പറ്റും. പക്ഷെ ഞാൻ ആ 4-5 വർഷം കണ്ടിന്യൂസ് ആയിട്ട് ഇതിനു വേണ്ടി മാത്രം പരിശ്രമിച്ചുകൊണ്ട് എൻ്റെ ചിന്തകളും എൻ്റെ ബോധത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ യൂസ് ചെയ്തത് ഈ എവറസ്റ്റ് എന്ന് പറഞ്ഞ ഡ്രീമിന് വേണ്ടിയിട്ടായിരുന്നു. അതുകൊണ്ട് എനിക്കത് അതിലെത്താൻ സാധിച്ചു. നിങ്ങൾക്കും ഇത് എത്താൻ സാധിക്കണമെങ്കിൽ നിങ്ങൾ അതിൽ തന്നെ ഫുള്ളി ഫോക്കസ് ചെയ്യണം. 2 വള്ളത്തിൽ ചവിട്ടരുതെന്ന് പണ്ടത്തെ ആൾക്കാർ പറയാറില്ലേ. എന്തെങ്കിലും ഒരു കാര്യത്തിൽ 100% നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടും. അത് സത്യമായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ മാക്സിമം വലിയ ഡ്രീം കാണാൻ സാധിക്കുക. ഇപ്പോൾ ജോലിയാണെങ്കിൽ തന്നെ ഏറ്റവും നല്ല ജോലിയിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കുക. ചിലപ്പോൾ ചെറിയ ജോലിയിലായിരിക്കും നിങ്ങൾ കയറുന്നത്, പക്ഷേ ഏറ്റവും വലുതിലേക്ക് എത്താൻ ശ്രമിക്കുക. നിരന്തരമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. നിരന്തരമായി നിങ്ങളുടെ കഴിവുകളെ മിനുക്കിക്കൊണ്ടേയിരിക്കുക. നിരന്തരമായി നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുക. ഇതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ബ്രെയിനിൽ പുതിയ വയറിങ്ങുകളുണ്ടാവും. പുതിയ ന്യൂറോൺസ് നിങ്ങളുടെ ബ്രെയിനിനെ തന്നെ റീവെയർ ചെയ്യും. പിന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റാത്ത പൊട്ടൻഷ്യൽ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഉണർന്നു വരും. സാധാരണ ഒരു സർക്കാർ ജോലിക്കാരനായിരുന്ന എനിക്ക് ഈ മൗണ്ടൻസിലൊക്കെ നിങ്ങളോട് ഞാൻ പറഞ്ഞ ഡിഫിക്കൽട്ടീസൊക്കെ ഫേസ് ചെയ്ത് എനിക്കത് പോരാടി എത്താൻ സാധിച്ചെങ്കിൽ നിങ്ങൾക്കൊക്കെ സിമ്പിളായിട്ട് ചെയ്യാൻ സാധിക്കും. ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളെല്ലാം പതറിപ്പോകും. അപ്പോൾ ഞാൻ പറയാം, നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവണമെന്നാണ്. കാരണം ആ പ്രശ്നങ്ങൾ തരണം ചെയ്യുമ്പോഴാണ് ശരിക്കും നിങ്ങളുടെ ഉള്ളിലെ നിങ്ങളെ തിരിച്ചറിയുന്നത്. ഞാൻ പറഞ്ഞു എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല. ആ പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ ലൈഫും നിങ്ങളുടെ എനർജിയും ചിലവാക്കുമ്പോൾ നിങ്ങൾ ആർജിക്കുന്നൊരു ശക്തിയുണ്ട്. പിന്നെ ഏത് പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. അപ്പോൾ ഞാൻ ഈ എവറസ്റ്റിൽ പോയപ്പോൾ തന്നെ എനിക്ക് ആ ഒരു യാത്രക്കിടയ്ക്ക് 100 കണക്കിന് പ്രശ്നങ്ങളാണ് ഫേസ് ചെയ്യേണ്ട വന്നത്. അത് ഞാൻ എങ്ങനെയോ ആർജിച്ചെടുത്ത എൻ്റെ ഒരു എനർജി മൂലമാണ് ആ പ്രശ്നങ്ങളൊക്കെ ഞാൻ സോൾവ് ചെയ്ത് മുന്നോട്ട് പോയത്. ആ ഒരു പ്രശ്നം ആ സമയത്ത് ഫേസ് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര പ്രശ്നമായിട്ട് തോന്നും. പക്ഷേ കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്കൊരു പ്രശ്നമേ അല്ലാതായിട്ട് തോന്നും. ആ സമയത്ത് ആ പ്രശ്നം ഫേസ് ചെയ്യാൻ നിങ്ങൾ ധൈര്യം കാണിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. സിമ്പിളായിട്ട് ആ പ്രശ്നം ഫേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് സോൾവ് ചെയ്യാൻ പറ്റും. സോൾവ് ചെയ്യാൻ പറ്റാത്തതായിട്ട് ഒരു പ്രശ്നങ്ങളും ഇല്ല. മരണത്തെ മുന്നിൽ കണ്ട ഒരാളാണ് ഈ പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ തന്നെ സോൾവ് ചെയ്ത് നിങ്ങൾക്ക് വലിയ നിലയിലെത്താൻ സാധിക്കട്ടെ. നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ എവറസ്റ്റ് കൊടുമുടിയ പോലെ ഉയരം കൂടിയ ആഗ്രഹങ്ങളൊക്കെ നടക്കട്ടെ. പിന്നെ മാത്രമല്ല, നിങ്ങൾ പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ യാത്ര ചെയ്യാനും ഇന്ത്യയെ ചുറ്റി ഇന്ത്യയെക്കുറിച്ച് കൂടുതൽ അറിയാനും ഇന്ത്യൻ കൾച്ചറിനെ കുറിച്ച് അറിയാനും ഒരുപാട് ആൾക്കാരുമായിട്ട് മിങ്കിൾ ചെയ്ത് ഇന്ത്യൻ സംസ്കാരത്തെക്കുറിച്ച് അറിയാനും കൂടെ ശ്രമിക്കണം. കാരണം ഇന്ത്യ മഹാരാജ്യം അത്ര വലുതാണ്. ഞാൻ ഇത്രയും ലോകത്ത് യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും ഇന്ത്യയെപ്പോലൊരു മഹത്തരമായ രാജ്യം ഞാൻ കണ്ടിട്ടില്ല. ഈ ലോകത്തിലുള്ള എല്ലാ പ്രതിഭാസങ്ങളും, കടൽ മുതൽ മലകൾ മുതൽ ഫോറസ്റ്റ് മുതൽ അഗ്നിപർവ്വതം മുതൽ മരുഭൂമി മുതൽ എല്ലാം ഉള്ള ഒരു രാജ്യം വേറെ ഒന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് ഈ ലോകം മുഴുവൻ കാണണമെങ്കിൽ നിങ്ങൾ ഇന്ത്യ കണ്ടാൽ മതി. അതിനുശേഷം ഇന്ത്യയുടെ പുറത്തേക്ക് പോയാൽ മതി എന്നാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു വെരി മച്ച്. നന്ദി, നമസ്കാരം.